കോട്ടയം ജില്ലാ ക്ഷീരവികസന വകുപ്പിൻ്റെയും ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത്, കേരള ഫീഡ്സ്, മിൽമ, വിവിധ സ്ഥാപനങ്ങൾ, ഏജൻസികൾ എന്നിവയുടെയും സഹകരണത്തോടെ മുട്ടുചിറ സെന്റ് അൽഫോൻസ പാസ്റ്റർ സെന്ററിൽ വെച്ച് കടുത്തുരുത്തി ബ്ലോക്കിലെ മുട്ടുചിറ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആതിഥേയത്വത്തിലാണ് കോട്ടയം ജില്ലാ ക്ഷീരകർഷക സംഗമം നടന്നത്. ഇതോടനുബന്ധിച്ച് ക്ഷീരവികസന സെമിനാർ, മികച്ച ഡയറി ഫാം ഉടമകളുടെ സംഗമം, ഡയറി എക്സിബിഷൻ, ക്ഷീരകർഷകരെ ആദരിക്കൽ ഉൾപ്പെടെ വിവിധ പരിപാടികളോടെയാണ് ക്ഷീരകർഷക സംഗമം കൊണ്ടാടിയത്. ഇതോടനുബന്ധിച്ച് നടന്ന ഡയറി എക്സിബിഷൻ കർഷകർക്ക് നൂതന സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കാൻ ഉതകുന്നതായിരുന്നു. കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുന്നതോടുകൂടി പ്രിന്റ് ദരിദ്രപള്ളിയിൽ നിന്നും ഈ ചടങ്ങിന് വേണ്ടി മാത്രമായി ഇവിടെ വരാൻ തയ്യാറായി. ഇതിനുശേഷമുള്ള ചടങ്ങുകളിൽ പങ്കെടുത്ത് വൈകിട്ട് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് എത്തിച്ചേരുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ഇവിടെ വരാൻ തയ്യാറായി ഈ ചടങ്ങിൽ സമയത്തിന് പങ്കെടുക്കുന്നു എന്നുള്ളത് മന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയുടെയും ക്ഷീരകർഷകരോടുള്ള സ്നേഹത്തിൻ്റെയും സർവോപരി ഭരണരംഗത്ത് അദ്ദേഹം പാലിക്കുന്ന കൃത്യനിഷ്ഠയുടെയും അടയാളമായി തന്നെ കാണാൻ കഴിയും. ബഹുമാനായ മന്ത്രി ശ്രീ ദിവാകരൻ അവരോട് പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും സംഘാടക സമിതിക്കുമുള്ള നന്ദി പ്രകടിപ്പിക്കുവാനും ഈ അവസരം വിനിയോഗിക്കുകയാണ്. അദ്ദേഹം ഇവിടെ കടന്നു വരുമ്പോൾ ഉസ്മകുമാരിയുടെ സ്വാഗതത്തിലൂടെ ക്ഷീരവികസന വകുപ്പിന്റെ ക്ഷീര കർഷകർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വകുപ്പ് എത്രമാത്രം ശ്രദ്ധിക്കുന്നു, എത്രമാത്രം ഫലപ്രദമായി കാര്യക്ഷമമായി സങ്കുചിതമായ രാഷ്ട്രീയ വേലിക്കെട്ടുകൾ പൊളിച്ച് കേരളത്തിലെ 14 ലക്ഷം ക്ഷീരകർഷകരുടെ കുടുംബത്തിന് വേണ്ടി പുതിയ ഒരു രാഷ്ട്രീയ സമീപനം കേരളത്തിലെ ക്ഷീരമേഖലയിൽ ഉണ്ടാകണമെന്ന് 4 കൊല്ലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. രാഷ്ട്രീയ അതിപ്രസരം നമ്മളെ ഒരിടത്തും കൊണ്ട് ഞാൻ എത്തിക്കില്ല. രാഷ്ട്രീയ അതിപ്രസരം നിക്ഷിപ്ത താല്പര്യങ്ങളായി താറുമാറായിക്കൊണ്ടിരിക്കും. കേരളം നേരിടുന്ന ഗുരുതരമായ ഒരു വിഷയമാണ്. നിയമസഭയിൽ മോൻ ജോസ് പറഞ്ഞത് ശരിയാണ്. നിയമസഭയിൽ പ്രതിപക്ഷം UDF-കാർ അവരുടെ അവനാഴിയിലെ എല്ലാ ശരങ്ങളും ഉപയോഗിച്ച് ഭരണകക്ഷി മന്ത്രിമാരെയും ഭരണകക്ഷിയെയും കൈകാര്യം ചെയ്യുന്ന ശൈലി സ്വീകരിക്കുമ്പോൾ തന്നെ അതങ്ങനെ വേണം. വളരെ വിശാല ഹൃദയനായ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ് എണീറ്റ് പറഞ്ഞു, ഈ സഭയിൽ ഇത്രയും ഹൃദയസ്പൃക്കായി മൃഗങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഒരു മന്ത്രി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ഡിമാൻഡ് പൂർണ്ണമായി ഏകകണ്ഠമായി ഞങ്ങൾ പാസ്സാക്കിയിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷത്തെ എല്ലാവരും വന്ന് എന്നോട് പറഞ്ഞു, ചരിത്ര സംഭവമാണ്, ഒരു ഭരണകക്ഷിയായ മന്ത്രി അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് പ്രതിപക്ഷം വോട്ട് ആവശ്യപ്പെടാം.
എനിക്ക് പാസ്സാക്കിയത്. ആ സന്ദേശം കേരളത്തിലെ കൃഷിക്കാർ, ക്ഷീരകർഷകർ, കേരളത്തിലെ എല്ലാവരും സ്വാഗതം ചെയ്യേണ്ടത്. നമ്മളിന്ന് നേരിടുന്നത് പലതിൻ്റെയും ക്ഷാമമാണ്. ഞാനതൊന്നും ആവർത്തിക്കുന്നത് എനിക്കും നിങ്ങൾക്കും അറിയാം.